അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച തിരുവനന്തപുരത്ത് അതീവ ജാഗ്രത. രോഗം സ്ഥിരീകരിച്ച നെയ്യാറ്റിൻകര നെല്ലിമൂട് പ്രദേശത്ത് 39 പേർ നിരീക്ഷണത്തിലാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഇതുവരെ രോഗം സ്ഥിരീകരിച്ചവരിൽ ഒരാൾ പേരൂർക്കട സ്വദേശിയാണ്. ഇയാൾക്ക് രോഗം ബാധിച്ചത് എവിടെ നിന്നാണെന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. 23-ാം തീയതി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ച നെല്ലിമൂട് സ്വദേശി, പ്രദേശവാസികൾ തന്നെയായ 3 യുവാക്കൾ, ഒരു പേരൂർക്കട സ്വദേശി എന്നിങ്ങനെ ആകെ 5 പേർക്കാണ് നിലവിൽ തിരുവനന്തപുരം ജില്ലയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. 4 പേരും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. നെല്ലിമൂട് സ്വദേശികൾക്ക് രോഗം ബാധിച്ചത് കാവിൻകുളത്തിൽ നിന്നാണെന്നാണ് നിഗമനം. എന്നാൽ പേരൂർക്കട സ്വദേശിക്ക് രോഗം ബാധിച്ചത് എവിടെ നിന്നാണെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. 3 പേരുടെ റിസൾട്ടാണ് പോസിറ്റീവായിട്ടുള്ളത്. ഇപ്പം പോസിറ്റീവായിട്ടുള്ള മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെന്റ് ഉള്ളത്. ഒരാൾ നമുക്കറിയാം, നേരത്തെ മരിച്ചുപോയ പേഷ്യൻ്റ്, അതും പോസിറ്റീവായിട്ട് കിട്ടിയിട്ടുണ്ട്. പോസിറ്റീവ് എന്ന് വെച്ചാൽ CS സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് നട്ടിൽ നിന്ന് കുത്തിയെടുത്ത പരിശോധനയിൽ അമീബ ട്രോഫോസോയിഡ്സ് എന്ന് പറയും, അത് കണ്ടുകിട്ടിയിട്ടുണ്ട്. ഇതുകൂടാതെ പേരൂർക്കടയുള്ള ഒരാളിൻ്റെ കൂടെ ഒരു പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അത് ഈ കൂട്ടത്തിലുള്ളതല്ല, മറ്റൊരാളിനെ കൂടെ കിട്ടിയിട്ടുണ്ട്. നിലവിൽ രോഗബാധ ആദ്യം കണ്ടെത്തിയ നെല്ലിമൂട് പ്രദേശത്ത് 39 പേർ ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണത്തിലാണ്. ഇവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പ്രത്യേക സംഘം ശേഖരിച്ചു വരികയാണ്. തിരുവനന്തപുരം DMO നെല്ലിമൂട് സന്ദർശിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തി. ജില്ലയിൽ കെട്ടിക്കിടക്കുന്നതും പായൽ പിടിച്ചതുമായ ജലാശയങ്ങൾ കേന്ദ്രീകരിച്ച കൂടുതലിടങ്ങളിൽ രോഗബാധ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ആരോഗ്യവകുപ്പ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.